ഹലോ ഗൈസ്, വീണ്ടും സൗമ്യ എൻ കെ ഡി വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഡെസേർട്ട് സഫാരിയുടെ രണ്ടാമത്തെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ പാട്ട് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണണം കേട്ടോ. നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് സ്റ്റോപ്പ് ചെയ്തത്. ഈ റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആടുജീവിതത്തിൽ പൃഥ്വിരാജ് രക്ഷപ്പെടാൻ ഒരു റോഡിലേക്ക് കിടക്കുന്ന ഒരു റോഡ് പോലെയൊക്കെ തോന്നില്ലേ? ഇനി ശരിക്കും നമ്മൾ പൃഥ്വിരാജ് അകപ്പെട്ട ഒരു മരുഭൂമി പോലത്തെ മരുഭൂമിയിലേക്കാണ് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്നത്. ചുറ്റും മരുഭൂമിയാണ് കേട്ടോ, വേറെ റോഡ് പോലും ഇല്ല. നമ്മൾ എവിട്ടാ നോക്കിയാലും മരുഭൂമിയാണ്. നിങ്ങൾക്ക് റൈറ്റ് സൈഡിലേക്ക് ഞാൻ സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, കുറച്ച് ഒട്ടകങ്ങളൊക്കെ നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് തന്നെ അങ്ങനെയാണ്, കുറച്ച് ടെൻറ്റുകളും കുറേ ഒട്ടകങ്ങളൊക്കെ ഉള്ള ഒരു മരുഭൂമിയാണ് കേട്ടോ. നല്ല ഹാർഡായിട്ടുള്ള റോഡാണ്. ഈ ഡ്രൈവർക്ക് പിന്നെയും നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഹിന്ദിയിൽ സംസാരിച്ചാൽ പോലും മനസ്സിലാവുന്നുണ്ട്. സ്പീഡ് കുറച്ച് പോകാൻ പറയുമ്പോൾ പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഈ ഡ്രൈവറും ഈ വണ്ടിയും തന്നെ നമ്മൾ മാറാൻ പോകണം. ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ എത്തിയതോടെ നമ്മൾ ഇനി പോകുന്നത് വേറൊരു നമ്മളെ വിളിക്കാൻ വേണ്ടി ഒരു അറബി അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ, ലാൻഡ് ക്രൂസർ കൊണ്ട്. ഇനി അങ്ങോട്ടൊക്കെ ലാൻഡ് ക്രൂസർ വണ്ടിയിൽ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ, കാരണം മരുഭൂമിയിൽ ആ ഒരു വണ്ടിയൊക്കെ മൂവ് ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന വണ്ടി ഇവിടെ നിർത്തി നമ്മൾ ഓരോരുത്തരായിട്ട് അവിടെ ഇറങ്ങും കേട്ടോ. ഇറങ്ങിയതിന് ശേഷം നമ്മളെ അടുത്തൊരു അറബി അവിടെ നമ്മളെ സ്പീഡ് വാ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കാം. അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് പൃഥ്വിരാജിൻ്റെ ആടുജീവിതം തന്നെയുണ്ട് നമ്മൾ ഈ ഡെസേർട്ടിൽ നമുക്ക് കൂടുതലായിട്ട് ഓർക്കുക. അവനെ എയർപോർട്ടിൽ വന്ന് ഒരു അറബി വിളിച്ചിട്ട് പോലെ ആ ഒരു ഫീലൊക്കെ നമുക്ക് തോന്നുന്നുണ്ടോ. പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കറങ്ങാനാണ് ഇത്രയും പേര് കൂടിയിട്ടാണ് പോകുന്നത്. ആ ഒരു ഇത് കാരണം നമ്മൾ പോവും, പക്ഷേ അവൻ്റെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ ആ സമയത്ത് ഓർത്ത് പോകും കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു അറബി കൂട്ടാൻ വന്നു. നമ്മൾ ലാൻഡ് ക്രൂസർ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓരോരുത്തരായിട്ട് അതിൽ പോയി കയറി ഒരു 10 മിനിറ്റ് യാത്ര ചെയ്തതിന് തന്നെ ഒരു ക്യാമ്പ് വരും കേട്ടോ. ആ ക്യാമ്പിലാണ് നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം ഉള്ളത്. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മുടെ റോസ്മിൻ ചേച്ചി ആ ക്യാമ്പിൽ ഇറക്കി വിടും കേട്ടോ നമ്മൾ. കാരണം ചേച്ചി പ്രഗ്നൻ്റ് ആയത് കാരണം ബാക്കിയുള്ള ഒരു റൈഡിലും ചേച്ചിക്ക് കയറാൻ പറ്റില്ല. ചേച്ചിക്ക് ജസ്റ്റ് ആ ക്യാമ്പിൽ ഇരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും പോയിട്ട് ആ ക്യാമ്പിൻ്റെ അവിടെ എത്തിയതിന് ശേഷം നമുക്ക് ഇറങ്ങേണ്ടവർക്ക് അവിടെ ഇറങ്ങാം. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതേ ലാൻഡ് ക്രൂസറിൽ തന്നെ നമ്മൾ ഈ ഡെസേർട്ടിൽ ഒരു സഫാരി ചെയ്യാൻ പോകണം. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ആൺപിള്ളേരെല്ലാവരും ഈ വണ്ടിയിൽ ബാക്കിൽ കയറും. പെൺപിള്ളേർ റോസ്മി ചേച്ചി അവിടെ ഇറക്കി വിടുന്ന കാരണം നമ്മൾ ചേച്ചിയെ ഫ്രണ്ടിൽ കയറ്റിയിട്ട് ബാക്കി ഞങ്ങൾ സുബിൻ ചേട്ടനും ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറകിൽ കയറി കേട്ടോ. എന്നിട്ട് ഈ അറബിക്ക് നമ്മൾ പറയുന്നതൊന്നും അത്ര ഒരു പിടുത്തമില്ല കേട്ടോ. പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞൊന്നും നമ്മൾ ചേച്ചി അവിടെ ഇറക്കി വിടില്ല. പിന്നെ നമ്മൾ അങ്ങനെയൊന്നും പറയാനൊന്നും പോയില്ല. അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെയാണ് ആൾ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത് തന്നെയാണ് നമ്മുടെ ക്യാമ്പ്, അത് കാരണം നമ്മൾക്ക് പേടിയില്ല. പിന്നെ ചേച്ചി അവിടെ നമ്മൾ ഇറക്കി വിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ വണ്ടിയിലൊരു റൈഡ് പോകുന്നത്. ഇതാള് ശരിക്കും ഒരു ഡെസേർട്ടിലൊരു റൈഡ്, ഞാൻ ഒന്നും പറയുന്നില്ല, കണ്ടാ മനസ്സിലാവും കേട്ടോ. എന്നാ ഞാൻ പറഞ്ഞ സംഭവം നടന്നേനെ. ആശാന് കുടലൊന്നും ഇല്ല. മൊബൈൽ പോലും കറക്റ്റ് വരുന്നില്ല. എന്താ ബാക്കിൽ റോഡാണ് ഭംഗി. ഇവിടെ എങ്ങനെ ഓഫായി പോയി എന്ത് ചെയ്യൂലേ? നടക്കണ്ടേ എവിടം വരെ? അല്ല ഇവിടെ ഇരുന്ന സുഖമാ. എടി കൊച്ചു പേടിച്ചിട്ട് ഞാൻ പറഞ്ഞത് അവിടെ കൊച്ചിനെ എടുത്ത് അവിടെ കൊടുക്കാന്ന്.
വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി, കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞൂസ് വരെ കണ്ണ് പൊത്തിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നമുക്ക് 2ാം ജന്മം കിട്ടിയിട്ട് തിരിച്ചു വന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ നമ്മുടെ തോന്നല് മാത്രമാണ് കേട്ടോ. അത്രയും എക്സ്പീരിയൻസ് ആയ ആൾക്കാരല്ലേ ആ വണ്ടി ഡെയിലി അവർക്ക് ഇതേ പരിപാടിയല്ലേ. ഈ ഡെസേർട്ടിലൊക്കെ ഇങ്ങനെ വണ്ടി ഓട്ടുകയാണെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ലേ. നമ്മൾ സേഫായിട്ട് തന്നെ അവിടെ എത്തിക്കും കേട്ടോ, നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളെ ടിക്കറ്റൊക്കെ അവർ ചെക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് അകത്ത് കയറാം. അകത്ത് കയറി അവിടെ ബാത്റൂം കാര്യങ്ങൾ, നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് ഞാനത് എൻ്റെ ഒരു രൂപമൊക്കെ മാറ്റാൻ പോകാം കേട്ടോ. നമ്മൾ എന്തായാലും ഡെസേർട്ട് സഫാരിക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു അറബ് രാജ്യത്താണ് വന്നത്. അപ്പോൾ ഒരു അറബി ലുക്കിലേക്ക് മാറാൻ വേണ്ടി ഞാനത് തലയിലൊക്കെ കെട്ടുകയാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഞാൻ ചൂസ് ചെയ്തത് റെഡാണ്. അറബിയുടെ ഡ്രസ്സ് വേണമെങ്കിൽ അവിടെ അറബി ഡ്രസ്സും അവിടെ കിട്ടും കേട്ടോ. നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അവരിതൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് സ്ഥലത്ത് പോകണമെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുമ്പോഴല്ലേ ആ ഒരു എൻജോയ്മെൻറ്റ് നമുക്ക് കിട്ടുക. എൻ്റെ വരവ് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു കേട്ടോ. ആദ്യം സുബിൻ ചേട്ടനൊക്കെ എന്നെ കളിയാക്കി, ലാസ്റ്റ് സുബിൻ ചേട്ടനൊക്കെ പോയി തലയിൽ കെട്ടിയിട്ടോ. അതാണ് ഞാൻ പറയുന്നത്, നമ്മളെ കളിയാക്കിയെന്നുകൊണ്ട് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് അത് ചെയ്താൽ പോലെ, നമ്മൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഞാൻ അങ്ങനെ കളിയാക്കിയാലും പിന്മാറുന്ന ഒരു ടൈപ്പൊന്നുമല്ല ഞാൻ. പിന്നെ കെട്ടിയതിനൊരു ഗുണവും കൂടി ഉണ്ടായി. നല്ലൊരു മരുഭൂമിയല്ലേ, തണുപ്പാണെങ്കിൽ പോലും നല്ലൊരു ചൂട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലയിലേക്ക് വെയിലിറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന്നൊക്കെ ഒരു തലയിൽ കെട്ടിയത് നല്ലൊരു ആശ്വാസം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു സ്റ്റേജിൻ്റെ, ഈ സ്റ്റേജിലാണ് വൈകുന്നേരം നമ്മുടെ ഡാൻസ് പരിപാടിയൊക്കെ നടന്നത്. ഈ കാണുന്ന റെഡ് കളർ സീറ്റൊക്കെ ഇല്ലേ, ഈ സീറ്റൊക്കെ നമ്മൾ ബുക്കിംഗ് ചെയ്ത് നമ്മൾ ചെയ്തത് VIP സീറ്റാണ്. നമുക്കുള്ള സീറ്റ് അത് അവിടെ സോഫയൊക്കെ കിട്ടില്ല, അതായിരുന്നു കേട്ടോ നമ്മുടെ സീറ്റ്. അല്ലാതെ വന്നവർക്ക്, ടിക്കറ്റ് കുറവ് പ്രൈസിൽ വന്നവർക്ക് ഉള്ള സീറ്റാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ സീറ്റൊക്കെ ഒന്ന് മനസ്സിലാക്കി കണ്ട് നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നമ്മളൊന്ന് ബാത്റൂമിലൊക്കെ വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ ഇവിടെ പോവാ. സൈഡിൽ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയൊക്കെ എല്ലാം ഇവിടെ അടുത്തടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോയതിന് ശേഷം നമ്മളൊന്ന് ബാഗൊക്കെ വെച്ച് സെറ്റായതിനു ശേഷം നമ്മൾ പുറത്ത് വരികയാണേ. പുറത്ത് ഇനി 2 റൈഡ് ഉണ്ട്, ഒന്ന് ക്യാമൽ റൈഡും ഒന്ന് ബൈക്ക് റൈഡും. അപ്പോൾ ആദ്യം നമ്മൾ പോണേ, എൻ്റെ വേഷം കെട്ട് ചിരിച്ചാലും നീതുമൊക്കെ ഒന്ന് ഫോഴ്സ് ചെയ്തു കേട്ടോ കെട്ടാൻ വേണ്ടി. ഷൈജോട്ടനൊക്കെ സപ്പോർട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പാത്തുക്കുട്ടിക്ക് കെട്ടി കൊടുത്തു കേട്ടോ. അവളൊന്ന് ആദ്യമൊക്കെ കെട്ടാനൊക്കെ നിന്നെങ്കിലും ലാസ്റ്റ് ആ കെട്ടിയതിനെ കഴിച്ചു മാറ്റിയേ. പിന്നെ നീതു കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും വെയിലും കൊള്ളണ്ടല്ലോ, അപ്പോൾ നമ്മുടെ കളിയാക്കി നമ്മുടെ സുബിൻ ചേട്ടൻ വരെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ശേഷം 25 ദറംസ് എന്താണ് ഈ കെട്ടുന്ന ഈ സാധനത്തിന്, ഈ ഷോളിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ബൈക്ക് റൈഡ് ഇതാണ്. നമ്മൾ ഏത് ടിക്കറ്റ്, ഏത് VIP സീറ്റല്ല, ഏത് ബുക്കിംഗ് ചെയ്ത് വന്നാലും ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെൻ്റ് ആണ്. ഒരാൾക്ക് 25 ദറംസ് വെച്ചിട്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് വേണമെങ്കിലും വണ്ടി എടുക്കാം, 2 പേർക്ക് വേണമെങ്കിലും എടുക്കാം. ഗേൾസൊക്കെ ഓട്ടുന്നത് അപൂർവമാണേ, കിട്ടില്ലാത്ത അത്രയും കഷ്ടമാണ്. ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കയറിയിരുന്നേ ഉള്ളൂ. ഞാൻ കുറച്ച് നേരം പോയതും തന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ വീലൊന്നും നീങ്ങുന്നില്ല കേട്ടോ. ലാസ്റ്റ് കുഴിഞ്ഞ് വീലൊക്കെ മണ്ണിനകത്ത് വിട്ട് ആൾക്കാർ വന്ന് തൂക്കി വിട്ടിട്ടായിരുന്നു കേട്ടോ. പിന്നെ കിച്ചോട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെ കൊണ്ടൊന്നും ഒരിക്കലും നടക്കില്ല. കാരണം അത്രയും മരുഭൂമിയിലൊക്കെ ഇങ്ങനെ വണ്ടിയോ അതുപോലത്തെ വണ്ടി തന്നെയാണെങ്കിൽ പോലും ഈ വണ്ടി ഒരു പ്രത്യേകതരം വണ്ടിയായിരുന്നു കേട്ടോ. ബ്രേക്കൊന്നുമില്ല, നമ്മൾ ആ കൈ വെക്കുന്നില്ല, കൈ എടുത്താൽ വണ്ടി സ്റ്റോപ്പ് ആകും, അതാണ് ഇതിൻ്റെ ബ്രേക്ക്. പിന്നെ ആക്സിലേറ്റർ എന്ന് പറയുന്നത് നല്ല ഫോഴ്സിൽ കൊടുത്താൽ മാത്രമേ മൂവ് ആവുള്ളൂ കേട്ടോ. നല്ലപോലെ നമുക്ക് കൈയൊക്കെ വേദനിക്കും. പിന്നെ ഈ സമയത്ത് അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, നമ്മൾ ഫോട്ടോ വേണമെങ്കിൽ അത് എടുത്തു തരും. അങ്ങനത്തെ പക്ഷേ ഇതും നല്ലൊരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ചിരിച്ച് മതിയായിട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് ടയേർഡായപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ. വന്ന് നമ്മൾക്കുള്ള ഫുഡൊക്കെ ഇവിടെ റെഡിയാണ്. ഞാൻ വെറുതെ VIP സീറ്റ് എന്ന് പറയുകയല്ല കേട്ടോ, നിങ്ങൾ എന്നെ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരികയാണ്, UAE ഇരിക്കുന്നവരാണെങ്കിൽ യൂസ്ഫുൾ ആവുമല്ലോ. നമ്മൾ ഇങ്ങനെയുള്ള സീറ്റിൽ ഒരു ഏജൻസിയുടെ കീഴിൽ ഇങ്ങനൊരു സീറ്റിൽ ബുക്കിംഗ് ചെയ്തിട്ട് വന്നാൽ നമുക്ക് ഫുൾ ടൈം ഇവിടെ ഫുഡ് ഉണ്ടാവും കേട്ടോ. ഞങ്ങളിത് ടയേർഡായി വന്നത് തന്നെ ഫുഡ് നമുക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുൾ ടൈം ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര ഫുഡ് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അങ്ങനെ ഒരു ഗുണമൊക്കെ ഉണ്ട് കേട്ടോ. അല്ലാത്തവരെ ആണെങ്കിൽ വൈകുന്നേരം 5 മണിക്കും 7 മണിക്കും ടൈം ഉണ്ട് അവർക്ക്. ആ ടൈമിനാണ് ഫുഡ് കൊടുക്കുള്ളൂ. ക്യൂ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കണേ. നമുക്കാണെങ്കിൽ ഫുൾ ടൈം നമ്മുടെ ഫുഡ് റെഡി ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് ഇംഗ്ലീഷുകാരൊക്കെ വരുന്ന ഒരു പരിപാടിയല്ലേ ഇത്. പിന്നെ കൂടാതെ അറബിക് സ്റ്റൈലിലുള്ള ഒരു ഫുഡും കൂടിയായിരുന്നു. എല്ലാവർക്കും മാച്ചാവുന്ന രീതിയിലൊരു ഫുഡായിരുന്നു കേട്ടോ. സലാഡും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഈ സൂപ്പുകൾ, റൈസുകൾ. പിന്നെ ഇത് ക്യാബേജിൻ്റെ ഒരു സലാഡായിരുന്നു, അത് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഇത് പപ്പടം പോലെ എന്തോ ഒരു സാധനമാണ് കേട്ടോ ഇത്, പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ പേരെന്നൊന്നും ഞാൻ നോക്കിയില്ല. പപ്പടം പോലെ എന്തോ ഒരു സാധനം, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈസ് കേട്ടോ. മന്തി റൈസ് പോലത്തെ ഒരു റൈസ് ഉണ്ടായിരുന്നു, നോർമൽ റൈസ് ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ എന്തൊക്കെയോ ഒരു ടൈപ്പിലുള്ള റൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുക്കാൻ പോയില്ല. യെല്ലോ റൈസും പിന്നെ അല്ലാതെയുള്ള നോർമൽ റൈസും കുറച്ച് സലാഡും
പിന്നെ ഒരു മയോണൈസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ കുബൂസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കറിയിൽ വരുമ്പോൾ ചിക്കൻ ഗോബി മഞ്ചൂരിയൻ പോലത്തെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അങ്ങനത്തെ ഒരു കറി ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ എന്തൊക്കെയോ ഒരു കറി ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഒരു സെറ്റായി വരണം എന്നില്ല ഈ ഫുഡ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. പിന്നെ എല്ലാത്തിൻ്റെയും ടേസ്റ്റ് നമുക്ക് പരിചയമുള്ള രീതിയിലുള്ള ഫുഡ് മാത്രം ഞാൻ പ്ലേറ്റിലൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു. സൂപ്പൊന്നും എടുക്കാൻ പോയില്ല. പിന്നെ കറി കൊടുത്ത് അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പുറത്ത് ഒരു ചിക്കൻ്റെ ഒരു ടിക്ക പോലത്തെ ഒരു സംഭവം, ഒരു മട്ടൻ കബാബ് പോലത്തെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു പ്ലേറ്റൊക്കെ ഫുള്ളായി എടുത്തു കേട്ടോ. ലാസ്റ്റ് അതിന് ശേഷം ആ സംഭവം എൻ്റെ പ്ലേറ്റിൽ വെച്ചതും പിന്നെ എനിക്ക് ആകെ സ്മെല്ല് പറ്റാതായിട്ടോ, എടുത്ത ഫുഡ് പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് പറ്റാത്ത രീതിയിലായി. നമ്മുടെ സീറ്റ് ഇതാണ് കേട്ടോ, നമുക്ക് സോഫയാണ്. അതിനുശേഷം ടേബിൾ കൂട്ടുണ്ട്. നമുക്ക് ഇവിടെ കറക്റ്റാണ്, നല്ല രസമായിരുന്നു കേട്ടോ നമ്മുടെ സീറ്റ്. ഞാൻ പറഞ്ഞില്ല ഫുഡ് ഇതാണേ, ഇതുണ്ടോ ഈ കോളിൽ കുത്തിയ സാധനം, ആ ഒരു കബാബിൻ്റെ ആ സ്മെല്ല് പറ്റാതെ ഞാൻ എടുത്ത ഫുഡ് പോലും വേസ്റ്റ് ആക്കി എന്ന് പറയല്ല, എനിക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കൊണ്ട് കളഞ്ഞു കേട്ടോ. അതിനുശേഷം വീണ്ടും കുറച്ച് റൈസും വൈറ്റ് റൈസും ഇതൊന്നും എക്സ്ട്രാ പൈസയാണ്. സൗമ്യ ക്യാമൽ റൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നല്ലപോലെ ഫ്രണ്ടിലിരിക്കുന്ന ആൾ സൂക്ഷിച്ചില്ലെങ്കിൽ തെറിച്ച് താഴെ വീഴും കേട്ടോ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. പിന്നെ നമ്മൾക്ക് കയറാനൊക്കെ തോന്നിയ ഇതിനു വേണ്ടി കയറിയെന്നുള്ളൂ. പിന്നെ നമുക്ക് സങ്കടം തോന്നും കേട്ടോ അത് നടക്കുന്നത് കാണുമ്പോൾ നമ്മളെയും കൊണ്ട്. പിന്നെ ഇതിനും എക്സ്ട്രാ പൈസയാണ്, ഒരാൾക്ക് 30 ദിർഹംസ് വെച്ച് നമ്മളിവിടെ കൊടുക്കണം. പിന്നെ നമ്മുടെ കുഞ്ഞൂസും ഞങ്ങളുടെ ഇടയിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ആൾക്ക് ഒരു പേടിയില്ല. ഒട്ടകത്തിൻ്റെ അടുത്ത് പോയി അടുത്തൊക്കെ പോയതായിരുന്നു കേട്ടോ. അതിന്റെ സൗണ്ട് കേട്ടിട്ട് ആ അറബി ചീത്തയൊക്കെ പറഞ്ഞിട്ട് അവനെ തൂക്കിയെടുത്തായിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെ സുഖമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ക്യാമൽ റൈഡ് കഴിഞ്ഞു, ബൈക്ക് റൈഡ് കഴിഞ്ഞു, ലാൻഡ് ക്രൂസറിലെ ഡെസേർട്ടിലെ റൈഡ് കഴിഞ്ഞു, എല്ലാ റൈഡും കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ മരുഭൂമിക്കകത്ത് കയറി ഫോട്ടോ ഒക്കെ എടുക്കാം. ഇത് കയറുമ്പോൾ നല്ലൊരു കോമഡി ആയിരുന്നു കേട്ടോ. പൃഥ്വിരാജിനെയൊക്കെ നമ്മൾ ശരിക്കും ആലോചിച്ച് പോകുമ്പോൾ അവരാ രക്ഷപ്പെടാൻ വേണ്ടി മരുഭൂമിയിൽ കയറി ഇറങ്ങില്ല, അതൊക്കെ നമ്മൾ ഓർത്തു പോകട്ടെ. ശരിക്കും ആട് ചെയ്ത് നമ്മളിവിടെ ഓർത്തു പോവേ. നല്ല കഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കിച്ചോട്ടെ ചെരുപ്പൊക്കെ ഒരു കൈ പിടിച്ചിട്ടുണ്ട്. മരുഭൂമിക്കാണെങ്കിൽ നല്ല ചൂടല്ല, നല്ല തണുപ്പായിരുന്നു കേട്ടോ. അത് എനിക്ക് മനസ്സിലായില്ല. കിച്ചോട്ടെ തണുപ്പുണ്ട് നീ ഊരി നോക്കുന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഊരിയില്ല കേട്ടോ. ആ ഷൂ ഒക്കെ ഇട്ടിട്ട് കയറി നോക്കി. കയറുമ്പോൾ ആ ഷർട്ടിലൊക്കെ പിടിച്ച് കയറുന്നുണ്ടേ. മേലെ കയറി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം ഇറങ്ങുമ്പോൾ കിച്ചോട്ട എന്നെ വിട്ടിട്ട് ഇറങ്ങിപ്പോയിട്ടോ. ഞാനാണെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങി വരില്ല, ഞാൻ വീഴുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ കുത്തിയിരിപ്പ് സമരം നടത്തിയേ. പിന്നെ അതിനുശേഷം നല്ലൊരു രസമായിരുന്നു കേട്ടോ മേലെ കയറിയിട്ട്. ഇപ്പം തന്നെ സമയം ഒരു 6 മണിയോട് അടുത്തു കേട്ടോ. അത് കാരണം നല്ല തണുപ്പുണ്ട് മരുഭൂമിക്ക്. നീതും ഷൈജോട്ടനൊക്കെ ആ സൈഡിൽ കൂടെ ഇറങ്ങി. എന്നെ വിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ ഇരുന്നു കേട്ടോ, ഞാൻ ഇറങ്ങി വരില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ കിച്ചേട്ട മേലെ കയറി വന്നിട്ട് എൻ്റെ കാലിൽ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ടോ എന്നെ. അത് നല്ല രസമായിരുന്നു. ഞാൻ പറഞ്ഞു ആ താഴെ വരെ എന്നെ ഇങ്ങനെ വലിച്ച നല്ല രസമുണ്ട്, ഞാൻ നടന്നു വരുന്നതിനേക്കാളും സേഫാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരം മരുഭൂമിക്കകത്തൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇനി അകത്ത് ചെന്ന് നമ്മുടെ സീറ്റിലിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ഡാൻസ് പരിപാടി കാര്യങ്ങളൊക്കെ കണ്ടിട്ടിരിക്കാം. ഒരു 6 മണി 6:30 ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു. 6 മണി 6:15 ആകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ റൈഡും കഴിഞ്ഞ് മരുഭൂമിയും ഇതുപോലെ കറങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം നമ്മളെല്ലാവരും കൂടെ ഇനി അകത്ത് പോകണം. പിന്നെ അകത്ത് പോകുന്ന സമയത്ത് അകത്ത് കണ്ടോ ഈ വണ്ടിയിൽ അവരൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ അത് എക്സ്പീരിയൻസ് ആണല്ലോ ഡെയിലി പോയിട്ട്. അങ്ങനെ നമ്മളിനി അകത്ത് കയറാണ്. അകത്ത് കയറി നമ്മൾ നമ്മുടെ സീറ്റിൽ പോയിരിക്കും കേട്ടോ. സീറ്റിൽ പോയി ഇരുന്നതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഫുഡ് കൊടുക്കുന്നത്, നമ്മൾക്ക് ഫുൾ ടൈം ഫുഡ് അവിടെ ഉണ്ടായിരുന്നു. അല്ലാത്തവർക്ക് 6 മണിക്ക്, അതുപോലെ 5 മണിക്ക്, 7 മണിക്ക്, അങ്ങനെ 3 സമയങ്ങളിലായിട്ട് ഫുഡ് അവിടെ കൊടുക്കും. ക്യൂ നിന്ന് വാങ്ങിച്ച് കഴിക്കണം കേട്ടോ. നമ്മൾ കഴിച്ച സെയിം ഫുഡ് തന്നെയാണ് അവർക്കും, പക്ഷെ ടൈമിനെ അവർക്ക് കൊടുക്കുള്ളൂ. നമ്മൾ ആ സമയത്ത് നമ്മളിവിടെ ഇരിക്കുന്ന സമയത്ത് കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമൽ റൈഡ് ആണെങ്കിലും ബൈക്ക് റൈഡ് ആണെങ്കിലും അവരവിടെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. ആ ഫോട്ടോ ഒക്കെ ആൽബം ആക്കിയിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ടാവും, വേണമെങ്കിൽ വാങ്ങാം.
ഞങ്ങൾ ചോദിച്ചപ്പോൾ 5 ഫോട്ടോന് 350 ദിർഹംസ് പറഞ്ഞു കേട്ടോ. ഞങ്ങളൊന്നും വാങ്ങാൻ പോയില്ല, കാരണം ആ പൈസ നമുക്ക് അടുത്തൊരു ട്രിപ്പിന് പോകും, അത്രയും പൈസ ആയിരുന്നു കേട്ടോ. പിന്നെ അതൊന്ന് ഒരു ഫോട്ടോ മാത്രം തരുമോ ചോദിച്ചിട്ട് ഒരു 50 ദിർഹംസ് കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഇതുപോലെ ശീശയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ ആൾക്കാരൊക്കെ പെൺപിള്ളേരൊക്കെ വലിക്കുന്നുണ്ടായിരുന്നു. നല്ല മണം കുറേ നേരമായിട്ട് വരുന്നു കേട്ടോ ഫ്രൂട്ട്സിൻ്റെ. എന്താ സംഭവം എന്ന് മനസ്സിലായില്ല, പിന്നെയാണ് ഇതാണെന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ട്രൈ ചെയ്ത് നമ്മളൊരു ഗ്രേപ്പിൻ്റെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അത്ര വലിയ മണമൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ പുറത്ത് വലിക്കുന്നവരുടെയൊക്കെ നല്ല ഒരു സ്ട്രോബെറി മണമൊക്കെ നമുക്ക് വരുന്നത് കാരണമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഷൈജോട്ടൻ ട്രൈ ചെയ്തു, അങ്ങനെ നമ്മുടെ സുബിൻ ചേട്ടൻ ട്രൈ ചെയ്തു. അതിനിടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ട്രൈ ചെയ്തു കേട്ടോ. ഇവരെല്ലാവരും നീ നോക്കുന്നു പറഞ്ഞിട്ട് ഞാനും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കിച്ചണിന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർത്ത് ഇന്ത്യയൊക്കെ പോയ സമയത്ത്, ഡൽഹിയൊക്കെ പോയ സമയത്ത് ഞാൻ ബീഡയൊക്കെ ട്രൈ ചെയ്തു, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഫുഡൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ ഒരു ടൈപ്പാണ് ഞാൻ. കാരണം ഏതൊരു സ്ഥലത്ത് പോയാലും നമ്മൾ ആ ഒരു വെറൈറ്റിയൊക്കെ നമ്മൾ ട്രൈ ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ അവിടെ പോയിട്ടൊരു കാര്യമില്ലല്ലോ. ഇപ്പോൾ ഒരു അറബ് രാജ്യത്താണ് വരുന്നത്, അപ്പോൾ ആ ഒരു ലുക്കിലേക്ക് മാറി അവിടുത്തെ ഒരു സംഭവമൊക്കെ ട്രൈ ചെയ്തു. അപ്പോൾ നമുക്ക് പിന്നീട് ഇതൊന്നും കിട്ടണമെന്നില്ലല്ലോ, അപ്പോൾ മാക്സിമം നമ്മൾ അതൊക്കെ യൂട്ടിലൈസ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. ഈ സമയത്ത് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ അവിടെ പോയി വാങ്ങിയിട്ട് വന്നു കേട്ടോ. അതൊക്കെ എക്സ്ട്രാ പൈസ കൊടുക്കണം. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ ഇനി ഡാൻസ് പരിപാടി കറക്റ്റ് ഒരു 7 മണിയാകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിള്ളേരൊക്കെ സ്റ്റേജിൽ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരെയൊക്കെ ഇറക്കി വിടാൻ വേണ്ടി അവർ പാട്ടൊക്കെ ഓഫ് ചെയ്തു. നല്ലൊരു തണുപ്പ് തുടങ്ങി, മരുഭൂമിയും കൂടിയല്ലേ, തണുത്ത കാലഘട്ടം കൂടിയല്ലേ, നല്ല തണുപ്പും തുടങ്ങി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും കൂടി ഇരിക്കാൻ. അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും ബെല്ലി ഡാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വേണ്ടിയിട്ടാണ് ഇത്ര പേര് വിടുന്നുണ്ടായിരുന്നത്. 7 to 8:30 ഗ്യാപ്പിൽ 1.5 മണിക്കൂറൊക്കെ കളിക്കുമ്പോഴുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു ബെല്ലി ഡാൻസ് അല്ല, ഒരു തനോര ഡാൻസ് ആയിരുന്നു കേട്ടോ ആദ്യം. അത് നല്ല രസമുണ്ടായിരുന്നു. കയ്യിലൊരു സംഭവം ഉണ്ടായിരുന്നു, അവർ റൗണ്ട് ചുറ്റുന്നതിനനുസരിച്ച് ഈ സംഭവങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടായിരുന്നു കേട്ടോ. 1 പോയി 2 പോയി 3 പോയി കറങ്ങുമ്പോൾ നമുക്ക് തലചുറ്റും കാണുമ്പോൾ, പക്ഷെ അവർക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ഡാൻസ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പണ്ട് സർക്കസ് ഒക്കെ കാണാൻ പോകുന്ന സമയത്ത് ഒരു തീയൊക്കെ കൊണ്ടൊരു കളി ഉണ്ടായിരുന്നില്ല, ഇത് വെച്ചിട്ട് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. ഇത് നല്ല അടിപൊളിയായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ആകാംക്ഷയായിട്ട് ഇരുന്നത് ബെല്ലി ഡാൻസ് കാണാനാണ്. പക്ഷെ ആ പെണ്ണ് നമ്മളെ പറ്റിച്ചു കിട്ടോ. 10 മിനിറ്റ് വെറും കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതും അവൾ ഒറ്റയ്ക്കല്ല കേട്ടോ, ഈ കാണുന്ന ആൾക്കാരെയൊക്കെ കൂടെ കളിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഒരു 2-3 പെൺപിള്ളേർക്ക് അവളുടെ കൂടെ പോയി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ബെല്ലി ഡാൻസ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇത് കാണാൻ വേണ്ടിയിട്ട് ഇത്ര പേരും അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 7 മണിക്ക് ഈ ഡാൻസ് പരിപാടി തുടങ്ങി. 8:30 കഴിയുമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ 8 മണിക്ക് തന്നെ അത് നിർത്തിയിട്ടോ. 3 ഡാൻസോട് കൂടിയിട്ട് പരിപാടി സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഡെസേർട്ട് സഫാരി. അത് കഴിഞ്ഞ് നമ്മൾ ഒരു 8 മണിയാകുന്ന സമയത്ത് വന്ന് നിന്നോട്ടോ. പുറത്ത് നിൽക്കുമ്പോൾ എല്ലാവരും വിറക്കിയായിരുന്നേ, കാരണം മരുഭൂമിയും കൂടിയല്ലേ, അതും തണുത്ത കാലഘട്ടവും നല്ല കാറ്റും. ശരിക്കും പെട്ടുപോയി കേട്ടോ രാത്രി നമ്മൾ ഈ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ. പിന്നെ നമ്മുടെ വണ്ടി ലാൻഡ് ക്രൂസർ വന്നിട്ട് നമ്മുടെ കൂടെ ആദ്യം നമ്മളെ വിളിക്കാൻ വന്ന ഡ്രൈവർ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വയസ്സായ അയാൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇയാളെയും കൂട്ടിയിട്ട് നമ്മൾ ഈ ലാൻഡ് ക്രൂസറിൽ കയറി. നമ്മൾ പകുതി വഴിക്ക് ഒരു വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല, അവിടെ കേട്ടോ ഈ 10 മിനിറ്റേ സഞ്ചരിക്കാനുള്ളൂ. അവിടെ കൊണ്ട് ഈ ലാൻഡ് ക്രൂസർ നിർത്തിയിട്ട് നമ്മുടെ പഴയ ഡ്രൈവർ, ഈ വയസ്സായ ആള്, നമ്മളെ പഴയ വണ്ടിയിൽ നമ്മൾ ഇവിടെ നിന്ന് കയറ്റി നമ്മുടെ ബിൽഡിങ്ങിൽ കൊണ്ടുവിടും. അതാണ് കേട്ടോ കറക്റ്റ് ടൈമാണ്. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്ക് അവർ നമ്മുടെ ബിൽഡിങ്ങിന്റെ താഴെ നമ്മളെ പിക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു 8:30 നമ്മൾ ഇറങ്ങും. 1.5 മണിക്കൂർ യാത്രയുണ്ട്. 10 മണിക്ക് കറക്റ്റായിട്ട് നമ്മളെ ബിൽഡിങ്ങിന്റെ താഴെ അവർ കൊണ്ടുപോയി വിടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതുപോലെ അറബ് രാജ്യങ്ങളിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഡെസേർട്ട് സഫാരി മിസ് ചെയ്യരുത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, എന്തായാലും പോയി കാണണം. ഇതുപോലെ ഒരു ഏജൻസിയുടെ കീഴിൽ ബുക്കിംഗ് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മളെ കൊണ്ടുപോയി തിരിച്ചും കൊണ്ടുവിടും കേട്ടോ. അങ്ങനെ നമ്മുടെ ബിൽഡിംഗ് എത്തി. നമ്മൾ കറക്റ്റ് ഒരു 10 മണിയാകുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ താഴെ എത്തി. നീതും ഷൈജോട്ടനൊക്കെ ഇറങ്ങിയും തന്നെ അവരുടെ ബിൽഡിങ്ങിലേക്ക് പോയി. നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോയി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ തരിക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. ഈ ഡെസേർട്ട് സഫാരിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. അപ്പം അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ വരാം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.